ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഇന്ദ്രജയെ വിളിച്ച് കാർത്തിക്കിൻ്റെ ഓർമ്മ പോയതിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് മൈഥിലി. മൈഥിലി, നീ ഇനി അവിടെ തന്നെ ഉണ്ടാകണം, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ കോൾ കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയാണ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ആകെ തകർന്നിരിക്കുകയാണ് നന്ദിനി. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മിനിസ്റ്ററുടെ വരവ് കാത്തു നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മ. അങ്ങനെ മിനിസ്റ്റർ വന്നതിന് ശേഷം പറയുകയാണ്, തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, കാർത്തികിനെ തിരിച്ച് സർവീസിലെടുക്കുന്നത്. കാർത്തിക് തിരിച്ച് സർവീസിൽ കയറാനായി ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ. മൈഥിലിയാണ് തൻ്റെ ഭാര്യയെന്ന് മീഡിയക്കാരുടെ മുമ്പിൽ പബ്ലിക്കായി തന്നെ കാർത്തിക് പറയണം. മീനാക്ഷിയെ കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തണം. അതേപോലെ തന്നെ ജഗദീഷിനെയും. കാര്യങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങി കാർത്തിക് തിരികെ സർവീസിലേക്ക് കയറിയതിനു ശേഷം മാത്രം മീനാക്ഷിയെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവന്നാൽ മതി. അത്രയും നാളും മീനാക്ഷിയും അതേപോലെ തന്നെ ഒളിവിൽ കഴിയട്ടെ. ആ നശിച്ചവളെ ഇതിൻ്റെ അകത്ത് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ സാവിത്രി പറയുകയാണ്, അതൊന്നും മിനിസ്റ്റർ കാര്യമാക്കണ്ട. എൻ്റെ മോനെ തിരിച്ച് സർവീസിലേക്ക് കയറ്റാനല്ലേ മൈഥിലിയെ ഞാനും കൂടി പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഇതിൽ വേറെ ആരുടെയും അഭിപ്രായം ചോദിക്കാനില്ലെന്നും സാവിത്രി പറയുമ്പോൾ മിനിസ്റ്റർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സാവിത്രി ഷൺമുഖത്തിനെ വിളിക്കുന്നതാണ്. നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഷൺമുഖം പറയുകയാണ്, അല്ലെങ്കിലും ആ ജഗദീഷ് നമുക്കൊരു പാരയായിരുന്നു. എന്താണെങ്കിലും അവനെ ഇപ്പോൾ മാറ്റി നിർത്തണമെന്നല്ലേ പറയുന്നത്. ഞാൻ തന്നെ ജഗദീഷിനെ മാറ്റി നിർത്തിക്കോളാം. അതാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കുമല്ലോ. അതിന് സമ്മതം മൂളുകയാണ് സാവിത്രിയും. പിന്നീട് കാണിക്കുന്നത് മാലതിയെയും രാജലക്ഷ്മി അമ്മയുമാണ്. മിനിസ്റ്റർ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് രണ്ടുപേരും കൂടി. അമ്മേ, മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എൻ്റെ ജഗദീഷേട്ടന് എന്തെങ്കിലും പറ്റും, അതുറപ്പാ. പിന്നെ കാർത്തിയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനായിട്ട് അവൻ്റെ അമ്മയുണ്ടെന്നല്ലേ സാവിത്രി ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ. അതുകൊണ്ട് കാർത്തികിൻ്റെ കാര്യത്തിൽ അമ്മ ഇനി ഇടപെടാനൊന്നും നിൽക്കണ്ട. അതേപോലെ തന്നെ അമ്മ മൈഥിലിയെയും അംഗീകരിക്കാൻ നോക്ക്, അതായിരിക്കും ഏറ്റവും നല്ലത്. എന്താണെങ്കിലും സാവിത്രി ഏട്ടത്തി മൈഥിലിയെ അംഗീകരിച്ചു. അപ്പോൾ നമ്മളും ഇനി ആ കാര്യത്തിൽ അധികം ഇടപെടാനും നിൽക്കണ്ടെന്ന് മാലതി പറയുമ്പോൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.